ഹലോ ഗൈസ്, ഇന്നിപ്പം ഇവിടെ പറയാൻ പോകുന്നത് പറയുമ്പം എങ്ങനെ ഒരു സോൾഡ് വർക്ക്സ് അസംബ്ലി ഫയലിനെ ഒരു URDF ജനറേറ്റഡ് ഒരു URDF ഫയലാക്കാമെന്നുള്ളതാണ്. അപ്പം നമുക്ക് നേരെ URDF മെഷീൻ മാത്രമായിട്ട് കിട്ടത്തില്ല, നമുക്ക് ഒരു പാക്കേജായിട്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇത് റോസ്റ്റ് വൺ പാക്കേജായിട്ട്, പിന്നെ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് റോസ്റ്റ് പാക്കേജ് ആക്കിയാൽ മതി നമുക്ക്. അപ്പം എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പം ഇതിനകത്ത് ഈ ക്യാപ്ചറിൻ്റെ ആക്സിസ് 2 എന്ന് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം ആ ആക്സിസ് ഒന്നും ഇട്ടിട്ട് അതൊന്നും ഇപ്പം നോക്കണ്ട. ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത ആക്സിസ് എൻ്റെ ക്യാസ്റ്റർ വീലിന് ബാക്കിലത്തെ 2 വീലും ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ 2 റെവല്യൂട്ട് ജോയിൻ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഒന്ന് അതിൻ്റെ എറൗണ്ട് ആക്സിസ് കറങ്ങാം, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്രണ്ടിലത്തെ 2 ക്യാസ്റ്റർ വീൽസ് റെവല്യൂട്ട് ജോയിൻ്റ് ആയിരിക്കും. ഇവിടെ ബാക്കിലത്തെ 2 ഫിക്സ്ഡ് ആയിരിക്കും. നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു ലിങ്കിൽ നിന്ന് മറ്റേ ലിങ്കിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു ആക്സിസും ഒരു കോർഡിനേറ്റ് സിസ്റ്റം മസ്റ്റായിരിക്കും. കാര്യം ട്രാൻസ്ഫോർമേഷൻ മസ്റ്റാണെങ്കിൽ മറ്റേ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. അപ്പം തൽക്കാലം ഇപ്പം ഒരു ആക്സിസ് സെറ്റ് ചെയ്ത് ആക്സിസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത്. ഇപ്പം ഇവിടെ ഈ RDF ഇതിനകത്ത് ഇപ്പം കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് ഈ വീൽസിൽ എങ്ങനെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാമെന്നും പിന്നെ വീൽ എങ്ങനെ ഈ URDF ജനറേറ്റ് ചെയ്ത് പാക്കേജായിട്ട് കിട്ടുകയെന്നും പിന്നെ ഇതാണ്. ഇപ്പം ഞാൻ നേരത്തെ ഈ റോബോട്ട് ചെയ്ത് വെച്ചായിരുന്നു അതിൻ്റെ ഗാൻട്രി സ്ഥിതിയിലെ ട്രാൻസ്ഫോർമേഷൻ. തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല, കാര്യം ട്രാൻസ്ഫോർമർ ഓൾറെഡി അതിനകത്ത് URDF ജനറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ എൻ്റെ ബേസിലും കാണുന്ന ഈ സ്ട്രക്ചർ, അപ്പം അതിൽ എനിക്ക് എത്ര ചൈൽഡ് ഉണ്ടെന്ന് വെച്ചാൽ 1 2 3 4, പിന്നെ ഗാൻട്രീൻ്റെ X തുടങ്ങും. പിന്നെ അതിൻ്റെ ചൈൽഡാണ് ഗാൻട്രി Y. ഗാൻട്രി Y ഇവിടെ ഗാൻട്രി Y ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗാൻട്രി Y. പിന്നെ അതിൻ്റെ ചൈൽഡാണ് ഗാൻട്രി Z. പിന്നെ അതിൻ്റെ ഈ ഗാൻട്രി Zൻ്റെ ചൈൽഡാണ് എൻ്റെ ഫെക്ടർ ഫിക്സ് ആയി കിടക്കുന്ന ഈ എക്സ്ട്രൂഷൻ്റെ ഒരു പീസ്. അപ്പം ഇതാണ് മെയിനായിട്ട് ഇതിനകത്തുള്ളത്. ഇപ്പം ഞാനിവിടെ എത്ര ചൈൽഡ് ഉണ്ടെന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്റ്റ് ബേസ് ലിങ്ക് ഇവിടെ എത്ര ബേസ് ലിങ്ക് ഞാൻ കാണിച്ചു തരാം. വിത്ത് റെസ്പെക്റ്റ് ബേസ് ലിങ്ക് എത്ര ചൈൽഡ് ഉണ്ടെന്ന് വെച്ചാൽ മുഴുവൻ എനിക്ക് ഓരോ വീലും ഓരോ ചൈൽഡാണ്. 1 2 3 4 പിന്നെ 5 X. ഗാൻട്രി X തുടക്കമല്ലേ, പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടല്ലേ പോകുന്നത്. അപ്പം മുഴുവൻ 5 ചൈൽഡ് എനിക്ക് കാണും ബേസ് ലിങ്കിൽ നിന്ന് നോക്കാൻ നേരത്ത്. ഇവിടെ ആദ്യമേ ഞാൻ തന്നെ നേരെ അസംബ്ലി പോകുന്നു, അസംബ്ലി കൂടെ റെഫറൻസ് വന്നു, ആക്സിസ് എടുക്കുന്നു. ഇപ്പം ഞാനിവിടെ സെലക്ഷനകത്ത് കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഇതാണ് ഈ സിലിണ്ടർ കണ്ടില്ലേ, ഈ സിലിണ്ടർ കോണിക്കൽ ഫേസ്. അപ്പോൾ സിലിണ്ടർ ഞെക്കാൻ നേരത്താണ് എനിക്ക് ഇവിടെ ആക്സിസ് 6 വന്നത്. അതേപോലെ തന്നെ നമ്മുടെ അത് തന്നെ പേര് വേണമെങ്കിൽ മാറ്റാം. ഇവിടെ പോയിട്ട് മെനുവിൽ പോയിട്ട് ഫുൾ ട്രീ ഉണ്ടല്ലോ, ഇവിടെ പോയിട്ട് പേര് മാറ്റാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. ഇപ്പം ഇവിടെ ആക്സിസ് 7, ഈ സിലിണ്ടർ സെലക്ട് ചെയ്ത് ആക്സിസ് 7 കിട്ടും. അങ്ങനെ തന്നെ ഓരോ സെലക്ട് ചെയ്ത് പോകണം. പിന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത ആക്സിസ് 8 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇതില്ല, സിലിണ്ടർ വരുന്നില്ല എനിക്ക്. അപ്പോൾ ഞാൻ നേരെ ഇവിടെ സെലക്ട് ചെയ്ത് ആക്സിസ് 8 സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ആക്സിസ് 7 സെലക്ട് ചെയ്തു. ഞാൻ അതേപോലെ തന്നെ ആക്സിസ് 7 ഇവിടെ പോയിട്ട് ആക്സിസ് 9 ഞാൻ സെലക്ട് ചെയ്തു. ഈ സിലിണ്ടർ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടില്ലേ, ഇപ്പം സെലക്ഷൻ ആവും. ഈ സിലിണ്ടർ ആക്സിസ് 9. ഇപ്പോൾ ഈ ആക്സിസിൽ നിന്നാണ് ഈ ഫ്രണ്ട് 2 റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അത് ഫിക്സ്ഡ് ആയിരിക്കും. ബാക്കിലത്തെ 2 ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷേ ഇവിടെ ഫ്രണ്ടിലത്താണ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്സിസ് എല്ലാം നേരത്തെ കൊടുത്ത് കഴിഞ്ഞായിരുന്നു. ആക്സിസ് 6 7 8 9. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോർഡിനേറ്റ് മീൻസ് ഇനി നമുക്ക് കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓരോടത്തും ഓരോ സെറ്റ് ചെയ്യണ്ടേ. അപ്പം വിത്ത് റെസ്പെക്ട് ബേസ് ലിങ്ക് ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് അസംബ്ലി ടാപ്പിൽ പോയിട്ട് റെഫറൻസിൽ പോയിട്ട് നമുക്ക് കോർഡിനേറ്റ് സിസ്റ്റം കാണും. കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്താൽ മതി. അപ്പോൾ അവർ പൊസിഷൻ ചെയ്യാൻ പറയുന്നുണ്ട്, ഏത് പോയിൻ്റാണ് വേണ്ടത്. അപ്പം നമുക്കിവിടെ പോയിൻ്റ് തൽക്കാലം ആഡ് ചെയ്തിട്ടില്ല, പോയിൻ്റ് വെച്ചിട്ടില്ല. പോയിൻ്റ് വെച്ചെങ്കിൽ സ്മൂത്തായിട്ട് പാസ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പോൾ പോയിൻ്റ് നമുക്ക് ആഡ് ചെയ്യണം, കോർഡിനേറ്റ് സിസ്റ്റം വേണമെങ്കിൽ. അപ്പോൾ ഞാൻ അതിന് അസംബ്ലി ടാപ്പിൽ പോയിട്ട് റെഫറൻസ് ടാപ്പിൽ പോയിട്ട് പോയിൻ്റ് സെലക്ട് ചെയ്യുന്നു. റെഫറൻസ് ആയിട്ട് പോയിൻ്റ് സെലക്ട് ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ഈ ആക്സിസ് തന്നെയല്ലേ ഇത് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വിത്ത് ഇതിൻ്റെ ഈ ഫേസിൻ്റെ സെൻറ്റർ ആയാലും മതി. അപ്പം ശരിയും കൂടെ പോയിട്ട് ഇവിടെ ഈ ആക്സിസ് ഈ സിലിണ്ടറിൻ്റെ ആക്സിസ് ഒരു പോയിൻ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്.
വേണമെങ്കിൽ പോയിൻ്റ് പേര് കൊടുക്കാൻ, ഞാൻ പേര് കൊടുക്കുന്നില്ല, പോയിൻ്റ് ഉള്ളതാണ് ഇവിടെ വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം. പോയിൻ്റാണ് ആദ്യം പോകേണ്ടത്. പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്താലും മതിയാവും. സെൻറ്റർ ഓഫ് എ ഫേസ് കണ്ടില്ലേ, അങ്ങനെ സെലക്ട് ആവും. ഇച്ചിരിയും കൂടെ ഒരു സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതല്ലേ കറക്റ്റ് ആകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചില അസംബ്ലിയിൽ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്, ചില പണി വരും കറക്റ്റ് ആയില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇപ്പം കറക്റ്റ് ആ സിലിണ്ടർ നോക്കി തന്നെ ചൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പം അസംബിൾ ചെയ്യാൻ നേരത്തെ മേറ്റ് ചെയ്യാൻ നേരത്തെ ഇപ്പം ഇച്ചിരി ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറിപ്പോയാൽ അതിലിത് പോയില്ലേ, അതാണ്. അപ്പം ഇവിടെ അത് കണക്ക് തന്നെ ചെയ്യാതെ ഇപ്പം ഞാനിവിടെ കറക്റ്റായിട്ടാണ് അസംബ്ലി മേറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ പോയിട്ട് പോയിൻ്റ് എടുക്കണം. എനിക്ക് ആ പോയിൻ്റ് ശരിയായില്ല, കണ്ടിട്ട് ഞാനത് കളയുന്നു. പിന്നെ ഒന്നും എടുക്കും. ഇതങ്ങ് സെലക്ട് ചെയ്താൽ മതി. സെൻറ്റർ ഓഫ് ഫേസ് അപ്ലൈ ചെയ്താലും മതി. ഇപ്പോൾ സെൻറ്റർ ആ ഫേസിൻ്റെ സെൻറ്ററിലാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തത്. അത് കണക്ക് വന്നോളൂ. ഞാനത് സെലക്ട് എടുക്കുന്നു. അപ്പോൾ ആ പോയിൻ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ സെൻറ്റർ ഓഫ് ഫേസ്. ഇപ്പം ചില അസംബ്ലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ അതിപ്പം നേരെ താഴോട്ട് ബോൾ ബിയറിങ് വരുന്നുണ്ട്. ആ ബോൾ ബിയറിങ്ങിനകത്ത് വരുന്ന സിലിണ്ടർ ഉണ്ടല്ലോ, ആ സിലിണ്ടർ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. അപ്പം എൻ്റെ അസംബ്ലിയിൽ ഇതാണ് ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഓരോ ഇടത്തും പോയിട്ടുണ്ട്. ഇപ്പം ഈ പോയിൻറ്റ്സ് കാണണമെങ്കിൽ തന്നെ എന്താ ഇവിടെ നേരത്തെ ജനറേറ്റ് ചെയ്ത് വെച്ചാൽ ആക്സിസ് ഓഫ് ചെയ്യണം, ആക്സിസ് ഓഫ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. പോയിൻറ്റ്സ് ആണെങ്കിൽ പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് തൽക്കാലം വേണ്ടത് പോയിൻറ്റ്സ് മതി, ആക്സിസും വേണം. കോഡിംഗ് സിസ്റ്റം ഇപ്പോൾ ഓഫായി കിടക്കാം. കാര്യം മുകളിൽ ഞാൻ നേരത്തെ കോഡിംഗ് സിസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സേവ് ചെയ്തേക്കാം. കാര്യം ഇത് എന്തെങ്കിലും എററൊന്നും പോകരുത്. സേവ് ചെയ്ത് ഞാൻ ഇനി ചെയ്യാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും കോർഡിനേറ്റ് സിസ്റ്റം അസൈൻ ചെയ്യാമെന്ന് മാത്രം. കോർഡിനേറ്റ് സിസ്റ്റം റെഫറൻസ് നമുക്ക് ഇനി ആ പോയിൻറ്റും ആക്സിസും ചൂസ് ചെയ്തില്ലായിരുന്നു. അപ്പം അതിനകത്ത് ഹൈഡാക്കിയിട്ടുണ്ടായിരുന്നു. ആക്സിസ് ഹൈഡാക്കിയിട്ടുണ്ട്. കാര്യം എനിക്ക് കൺഫ്യൂഷനാകും. അപ്പോൾ ആക്സിസ് ഹൈഡാക്കുമ്പോഴത്തേക്കും പോയിൻ്റ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. എന്നിട്ട് ഈ പോയിൻറ്റിൽ വേണം നമുക്ക് എന്ത് കോഡിംഗ് സിസ്റ്റം കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട്. കാര്യം അതാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ബെസ്റ്റായിട്ട് വരുന്നത്. ട്രാൻസ്ഫോർമേഷൻ മീൻസ് ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. നമ്മുടെ വിത്ത് റെസ്പെക്ട് ബേസ് ലിങ്ക് നോക്കിക്കോ. ബേസ് ലിങ്ക് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്ത ഫസ്റ്റ് ബേസ് ലിങ്കിൻ്റെ കോഡിംഗ് സിസ്റ്റമാണ് ചൂസ് ചെയ്തത്. അത് വിത്ത് റെസ്പെക്ട് ഇങ്ങോട്ടാകുമ്പോഴത്തേക്കും ഒരു റൊട്ടേഷൻ അപ്പോൾ നമ്മൾ റൊട്ടേഷൻ സെറ്റ് ചെയ്യുന്നില്ല. അതിൽ പക്ഷേ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം. അപ്പം ചരിഞ്ഞാലാണ് ആ കോഡിംഗ് സിസ്റ്റം വിത്ത് റെസ്പെക്ട് ഒരു കാരണം ഒരു റോള് പിച്ച് ചെയ്യോ അതിലെന്തെങ്കിലും മാറ്റം വന്നാലാണ് നമുക്ക് എന്താ പറയുക ഇപ്പം ഇതിന് ട്രാൻസ്ലേഷൻ അല്ല ഇത് റൊട്ടേഷൻ ആകുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് നേരെ ട്രാൻസ്ലേഷൻ ഇത് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ റൊട്ടേഷൻ വരുന്നില്ല. ജസ്റ്റ് ആക്സിസ് ഒറിജിനൽ വേറെ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ പ്ലസ് 2 പഠിച്ചു. ആ സംഭവമാണ് ഇവിടെ വരുന്നത്. ജസ്റ്റ് അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ ആക്സിസ് സെറ്റ് ചെയ്യാൻ പോകണം. പൊസിഷൻ സെലക്ട് ചെയ്യാൻ നേരത്ത് പോയിന്റില്ല. ഇപ്പം ഞാനിതാ ഇത് ചൂസ് ചെയ്തില്ലേ, ഇത് നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേ കണക്ക് ചൂസ് ചെയ്യുക. മുകളിലോട്ട് എക്സ് സൈഡ് ചൂസ് ചെയ്യുക, ഇങ്ങോട്ട് മുന്നിലോട്ട് എക്സ്, സൈഡിലോട്ട് വൈ, ഇതേ രീതി ചൂസ് ചെയ്താൽ മതി. അത് അപ്പം ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് എക്സ് ആക്സിസ് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് ആക്സിസ് നേരെയല്ലേ, എക്സ് ആക്സിസ് നേരെ വന്നു. ഇസഡ് ആക്സിസ് മുകളിലോട്ടല്ലേ വെക്കുന്നു, മുകളിലോട്ടല്ലേ പ്ലേസ് ചെയ്തേക്കുന്നു. ഏതെങ്കിലും മുകളിലത്തെ ഇതെടുത്തു. പിന്നെ എക്സ് ശരി വൈ ഒന്ന് മാറ്റി നോക്കുക. കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ
സൈഡിലോട്ട് വൈ, മുന്നിലോട്ട് എക്സ്, മുകളിലോട്ട് ഇസഡ്. ഓക്കെ കൊടുത്ത് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഈ പോയിന്റ് ഇവിടെ കൊണ്ടിട്ട് ചൂസ് ചെയ്യുന്നു. ഇത് ചൂസ് ചെയ്ത് പോയിന്റ് 16 എടുക്കുക. കണ്ടോ, അതിനകത്ത് എക്സ് എങ്ങോട്ടാണ് മുന്നിലോട്ടല്ലേ, അത് മുന്നിലോട്ടുള്ള ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. ഇസഡ് എങ്ങോട്ടാണ്, മുകളിലോട്ട് ഞാൻ ഈ അലുമിനിയം എക്സ്ട്രൂഷൻ്റെ മുകളിലോട്ട് സെലക്ട് ആക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഡയറക്ഷൻ വൈയിൽ ചേഞ്ച് ചെയ്യാൻ നേരത്ത് വൈ ഇങ്ങോട്ടായി, എക്സ് മുന്നിലോട്ട്, ഇസഡ് ബാക്കിലോട്ട് സെറ്റായിട്ട് പോയിന്റ് സിസ്റ്റം ആയിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ ചെയ്താൽ മതി. റെഫറൻസ് പോയിട്ട് കോഡിങ് സിസ്റ്റം പോവുക. കോഡിങ് സിസ്റ്റം പോയിട്ട് എക്സ് ആക്സിസ് കോഡിങ് സിസ്റ്റം ഇത് നെക്കിയിട്ട് ഈ പോയിന്റ് ചൂസ് ചെയ്താൽ മതി. എക്സ് ആക്സിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. എല്ലാം ഒരേപോലെ തന്നെ ചെയ്ത് പോകണം. ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷൻ ഇതിങ്ങോട്ട് മാറ്റി നോക്കുക. ഇത് എക്സ്, ഇസഡ്, വൈ ചൂസ് ചെയ്ത് ബാക്കിലത്തെ കാസർവേലിൻ്റെ ജോയിൻറ്റിൽ ചൂസ് ചെയ്യണം. ഇവിടെ പോയിട്ട് അതേ കണക്ക് തന്നെ അസംബ്ലി കോഡിങ് സിസ്റ്റം. ഇത് പൊസിഷൻ പോയിന്റ് 4 ആണ്. എക്സ് ആക്സിസ് ഡയറക്ഷൻ ദിസ് ഡയറക്ഷൻ. വൈ ആക്സിസ് ഇസഡ് ആക്സിസ് ചൂസ് ചെയ്ത് ഇസഡ് ആക്സിസ് വൈയുടെ ഡയറക്ഷനാണ്. അല്ല, ഇതിപ്പോൾ തിരിഞ്ഞു പോയപ്പോൾ ഇങ്ങോട്ട് മാറ്റി നോക്കണം. ഓക്കെ, ഇത് എക്സ് ആണ്, ഇത് വൈ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഇനി അടുത്ത സ്റ്റേജിലോട്ട് ബാക്കി വീലിനകത്ത് കോഡിങ് സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്. കാര്യം ഒന്ന് റൊട്ടേഷൻ ചെയ്യും അത്. ഇപ്പം അത് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ 4 വീലിലും ഓരോ കോഡിങ് സിസ്റ്റം അസൈൻ ചെയ്ത് അതിൻ്റെ ജോയിൻറ്റിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ആക്സിൽ ചെയ്യാം. ഈ ടയർ ഒരു ആക്സിലായിരിക്കും കറങ്ങുന്നത്. അവിടെ ഈ ആക്സിലിൻ്റെ സെൻറ്ററിൽ ഒരു ആക്സിസ് ഉണ്ടാകും. ഈ ആക്സിസാണ് നമ്മൾ ഇതിൻ്റെ ടയർ കറങ്ങുന്ന റൊട്ടേഷനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ടയർ ആക്സിസിൽ കൂടെ നിന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. 4 ടയറിന് ആവശ്യമുണ്ട്. കാര്യം 4 റൊട്ടേറ്റിംഗ് ആണ്. പക്ഷേ നമുക്ക് അപ്പോൾ 4 ടയർ റൊട്ടേറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കണം. ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എടുത്താലും ഇതിൻ്റെ സെൻറ്റർ എടുത്താലും ഇതിൻ്റെ സെൻറ്റർ എടുത്താലും എല്ലായിടത്തും ഈ സെൻറ്ററിൽ കൂടെ നിന്ന് വന്ന ഈ ആക്സിൽ എല്ലാം ഇതിന് ഒന്നായിരിക്കും. സർക്കിൾ ആയതുകൊണ്ട് ഇത് നമ്മൾ ആക്സിസ് ചൂസ് ചെയ്യണം. നമ്മൾ ഞാനിപ്പം ടയർ ഒന്ന് ഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. ടയർ ആദ്യം ഹൈഡ് ചെയ്തിട്ട് ആക്സിസ് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. കാസർ വീൽസ് ആണ് ഇതിൻ്റെ മെയിൻ അസംബ്ലി കാണുന്നത്. എവിടുന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടില്ല. വേണമെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് കാണിക്കാം. വേണ്ട, ഈ ആക്സിൽ കണ്ടില്ലേ, ഈ ആക്സിലിൽ കൂടെ നിന്നാണ് നമ്മുടെ അത് മറ്റേ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആക്സിൽ അറൗണ്ടാണ് നമ്മുടെ ടയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതായിരിക്കും ആക്സിസ്, റെഫറൻസ് ആക്സിസ് ആയിട്ട് അടുത്ത് ചൂസ് ചെയ്ത് പോകേണ്ടത്. ഞാൻ അസംബ്ലി ടാബിൽ പോയിട്ട് റെഫറൻസ് വന്ന് ആക്സിസ് എടുക്കുന്നു, സെലക്ഷന് പോകുന്നു. കണ്ടോ ആക്സിസ് ആയതുണ്ടല്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആക്സിസ് ആയിട്ടുണ്ട്. ഇത് ആക്സിസ് 10 ആക്സിസ് 10. അതേപോലെ 4 സെറ്റ് ചെയ്യാം. പിന്നെ ഇത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്ന് ചെയ്ത് ഇവിടെ ചൂസ് ചെയ്തിട്ട് അത് അൺഹൈഡ് കൊടുത്താൽ മതി. അതിപ്പോൾ എൻ്റെ ഹബ്ബായിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട്
ടയറായില്ലേ, ആ സംഭവം ആക്സിസും ആയിട്ടുണ്ട്, എല്ലാം ആയിട്ടുണ്ട്. അതേപോലെ 4 ഞാൻ ചെയ്ത് വെക്കും, അതിൻ്റെ ആക്സിസും പിന്നെ അതിൻ്റെ ഇത് ഒരു കോഡിങ് സിസ്റ്റം കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്, കോഡിങ് സിസ്റ്റം കൂടെ ചെയ്യാനുണ്ട്. അപ്പം അതിപ്പം വിഷയമില്ല, അതിപ്പോൾ എവിടെയാണെങ്കിലും കൊണ്ട് ആ സർക്കിൾ സെൻറ്റർ ചൂസ് ചെയ്തിട്ട് നമ്മൾ കോഡിങ് സിസ്റ്റം അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഓരോ സെൻറ്ററിൻ്റെയും ഈ ലെഫ്റ്റ് സൈഡായിട്ട് വെച്ചാൽ മതി എല്ലാത്തിൻ്റെയും. ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഈ സൈഡ് ഈ ഫേസിൽ വരും, മറ്റേൻ്റെ ആണെങ്കിൽ ഈ ഫേസ് വരും, ഈ ഫേസ്. അതിപ്പം കോഡിങ് സിസ്റ്റം ചൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആദ്യം ഞാനിപ്പം ആക്സസ് എല്ലാം സെറ്റ് ചെയ്തിട്ട് പറയാം. ഇതിപ്പോൾ കണ്ടില്ല, ഞാൻ എല്ലാത്തിനും ആക്സസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഒരു ആക്സസ് ഉണ്ട്, ഞാൻ ആക്സസ് കൊടുത്തിട്ടുണ്ട്. ആക്സസ് അതേ ലൈനിൽ തന്നെയാണ് അത് കിടക്കുന്നത്, സെയിം കോയിൻസൈഡ് ചെയ്ത് കിടക്കുക. ആക്സസ് ഇതിപ്പോൾ ആക്സസ് എടുക്കാൻ നിൽക്കേണ്ട, ആക്സസ് 2 ഇത് അസംബ്ലിയോടെ കിട്ടിയതാണ്, അത് തൽക്കാലം ചെയ്യണ്ട. അപ്പോൾ ആക്സസ് 10 ഇത് ആക്സസ് എത്രയാണോ, ആക്സസ് 11 ആണെന്ന് തോന്നുന്നു. ആക്സസ് 11 ഒറിജിനൽ, പാക്കേജിൻ്റെ ഒറിജിനലാണ്. പിന്നെ ആക്സസ് 12, അതേപോലെ ഇവിടെ 30 ആക്സസ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കേണ്ടതെന്ന് നമ്മുടെ കോഡിങ് സിസ്റ്റം ഓരോ ആക്സിലും ഓരോന്ന് അറ്റാച്ച് ചെയ്യണം. കോഡിങ് സിസ്റ്റം അവിടെ അറ്റാച്ച് ചെയ്യും, കാര്യം റൊട്ടേഷൻ അല്ലേ, നമ്മളൊരു ജോയിൻറ്റ് വരുന്നുണ്ട്, അവിടെ നമുക്ക് അറ്റാച്ച് ചെയ്തേ പറ്റൂ. അപ്പം നേരെ പോയിട്ട് റെഫറൻസിൽ പോയിട്ട് കോഡിങ് സിസ്റ്റം പോകുന്നു. ആദ്യം ഒരു പോയിൻ്റ് വേണം നമുക്ക്, പോയിൻ്റ് ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യാം. പോയിൻ്റ് ആഡ് ചെയ്യുന്നതിനാണ് കാണിച്ചു തരാം. അപ്പം ഇവിടെ അങ്ങനെ പോയിൻ്റ് ഇപ്പം ഫേസിൽ സെലക്ട് ചെയ്യാൻ തോന്നില്ലേ, അത് കണക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ്ട ഇവിടെ സെൻറ്റർ ഓഫ് എ ഫേസ് ആയിട്ടുണ്ട്, ആ ഫേസിൻ്റെ സെൻറ്ററാണ് ഇവിടെ ആക്സസ് സെറ്റ് ചെയ്യേണ്ടത്. അത് മതി, ഇപ്പോൾ തൽക്കാലം നമുക്കിത് മതി. ഇങ്ങനെ പോകും, QRDF ജനറേറ്റ് ചെയ്തിട്ട് ഫയൽ ഔട്ട് വരുമ്പോൾ കണ്ടാൽ മതി നമുക്ക്. എവിടെ ആണെങ്കിലും കോഡിങ് അറ്റാച്ച് ചെയ്ത് വെക്കാം, വിഷയമില്ല. കറക്റ്റ് സെൻറ്ററിൽ തന്നെ വരുന്നതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇൻ റൊട്ടേഷനിലാകുമ്പോഴത്തേക്കും വിഷയമില്ല, അത് കുഴപ്പമില്ല. ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകാം. ഫ്രണ്ട് ബാക്കിലത്തെ ക്യാസർ പിന്നെ റൈറ്റ് സൈഡിൽ ബാക്കിലത്തെ ക്യാസറെ ഫിക്സ് ചെയ്ത് പോയിൻ്റ് ഫിക്സ് ചെയ്ത് ഇവിടെയും ചെയ്യുന്നത്. അതേ നമുക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം, കാര്യം സോൾഡ് വർക്സിൽ മുൻപേജില്ലാത്തൊരു ഇത് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ സംശയം ഉണ്ടാവും. ആദ്യമേ നമ്മളൊരു ജസ്റ്റ് ഒരു ജോമെട്രിയൊക്കെ വരച്ചിട്ട് എന്തെങ്കിലും വരച്ചിട്ട് ഈ ആക്സിസ് ഒക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക, എന്നിട്ടിനത് കയറാൻ നിൽക്കുക. പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല ഇത്. ഇപ്പം നേരെ ഇപ്പം തുടക്കക്കാർക്കാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാവും, അത് സാധാരണയാണ്. ഒന്ന് സോൾഡ് വർക്സിൽ കയറി ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ അത് പഠിക്കാം സോൾഡ് വർക്സ്. നിങ്ങൾ പഠിച്ച രീതി അപ്പം ഇവിടെ റെഫറൻസ് കൊടുക്കാനും എടുക്കാനും എല്ലാം പറ്റും, മേറ്റ് ചെയ്യാനും അതൊക്കെ പഠിക്കും. ഇവിടെ അതാണ് ചെയ്യാൻ പോകുന്നത്, പോയിൻ്റ് ആഡ് ചെയ്യുമ്പോൾ സെൻറ്റർ ഓഫ് എ ഫേസ് ഞാൻ സെലക്ട് ചെയ്തു, ഞങ്ങൾ സെലക്ട് ചെയ്ത് ഓക്കെ എടുക്കണം. ഏത് പോയിൻ്റ് ആ നോട്ട് ചെയ്യണം, 22 ആണെങ്കിൽ. പിന്നെ അതേപോലെ ഇത് അവിടെ സെലക്ട് ആയിട്ടുണ്ട്, ഓക്കെ എടുത്താൽ ഇവിടെ അതേപോലെയാണ് പോയിൻ്റ് കൊടുക്കുക. ഇവിടെ അതായിട്ടുണ്ട്, അത് ശരിയല്ല, തെറ്റാണത്. ഒന്നുകൂടെ ട്രൈ ചെയ്താൽ
ഇതിൻ്റെ സെൻറ്റർ കൊടുത്താലും മതിയാവും. എല്ലാവരും കോൺസെൻട്രേറ്റ് അല്ലേ ഒറ്റ സെൻറ്റർ ചെയ്യുന്നത്. സെൻറ്റർ ആയിട്ടുണ്ട്. നമ്മുടെ ആക്സിസ് നമ്പർ 26, ഇത് ആക്സിസ് അല്ല, പോയിന്റ് നമ്പർ 26. ഇനി നിങ്ങളിതാ ഈ കൊടുത്ത പോയിന്റിൽ ഓരോ കോർഡിനേറ്റ്സ് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ഷനായിരിക്കും ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. റെഫറൻസ് പോയിട്ട് കോർഡിനേറ്റ്സ് പോവുക. ആ പോയിൻ്റ് ഓർത്തിരിക്കണം, അതാണ് മെയിനാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പോയിൻ്റ് ഒന്നും ആ പോയിൻ്റ് ഒന്നും കണ്ടില്ല. അപ്പോൾ എക്സ് ആക്സിസ് എപ്പോഴും നമ്മൾ ഇസഡ് ആക്സിസ് എപ്പോഴും ഇങ്ങോട്ടൊന്ന് കൺസിഡർ ചെയ്താൽ മതി, ലെഫ്റ്റിലോട്ടാണെന്ന് കരുതിയാൽ മതി. ഒരെണ്ണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയില്ലാതെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടമാണ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യും. പക്ഷേ എക്സ് അല്ല, ഇസഡ് ആക്സിസ് എപ്പോഴും ഒന്നുകിൽ വീലിൻ്റെ റൊട്ടേഷന്, വീലിൻ്റെ റൊട്ടേഷൻ ആക്സിസിന് അതേ ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ. പക്ഷെ അതിന് മുകളിൽ പെർപെൻഡിക്കുലർ അങ്ങനെ ആവാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പം ഡയറക്ഷൻ മാറ്റിത്തരാം. എക്സ് ആക്സിസ് ഇസഡ് ആക്സിസിൻ്റെ ഡയറക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. കണ്ടില്ലേ, ഇസഡ് ആക്സിസ് മാറിയത് കണ്ടില്ലേ, ഇങ്ങോട്ടായി. അപ്പോൾ ഇതിപ്പം ലെഫ്റ്റിലോട്ടാന്ന് വെച്ചോ, ആ ലെഫ്റ്റിലോട്ട് തന്നെ ഈ 4 വീലും ചെയ്യാൻ പാടുള്ളൂ. എക്സ് നമുക്ക് ഇങ്ങോട്ട് വേണം. എക്സിനെ റെഫറൻസ് ചൂസ് ചെയ്യാം. കണ്ടില്ലേ, അത് വന്നുണ്ടോ, ഇത് എക്സ്, ഇത് ഇസഡ്, ഇത് വൈ. ഇത് പോയിൻ്റ് യൂസ് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. ഈ വൈ എക്സ് ഇസഡ് ആയത്. അപ്പം ഇതേ രീതി വേണം എല്ലാ വീലും ചെയ്യാൻ. കാര്യം എല്ലാ വീലും ഒരേ ഇതിലാണ് കറങ്ങുന്നത്, ഒരേ റൊട്ടേഷനാണ് അടിക്കുന്നത്. അപ്പം അതേ രീതി ഇസഡ് ആയിരിക്കണം ത്രൂ ഔട്ട് ആ ആക്സിസിൻ്റെ അതേ ലൈനിൽ വരേണ്ടത്. ഇസഡ് ആക്സിസ്. ഇനിയിപ്പോൾ ഒന്ന് അടുത്ത് ഞാൻ കാണിക്കാം. കോഡിംഗ് സിസ്റ്റം അറ്റാച്ച് ചെയ്യണം, മെയിൻ പരിപാടി. പോയിൻ്റ് വരും, പോയിൻ്റ് യൂസ് കൊടുത്താൽ മതി. കണ്ടില്ലേ, പോയിൻ്റ് ചൂസ് ചെയ്യാൻ നേരത്ത് 22 പോയിൻ്റ് ചൂസ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടുത്തെ ഡയറക്ഷൻ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. സെയിം ഡയറക്ഷൻ അതേപോലെ തന്നെ. ഇസഡ് ആക്സിസ് ആണെങ്കിൽ അതേ ലൈനിൽ, എക്സ് ആക്സിസ് ആണെങ്കിൽ ഇവിടുത്തെ ലൈൻ അയ്യോ അതല്ല, ഫേസ് സെലക്ട് ചെയ്ത് ആ ലൈനാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത്രേ ഉള്ളൂ സംഭവം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇവിടെ മാറ്റാം. അതിപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇതിപ്പം എക്സ് ഇങ്ങോട്ട്, ഇസഡ് ഇങ്ങോട്ട്, വൈ ഇങ്ങോട്ട് താഴോട്ട്. ഓക്കെ, കോർഡിനേഷൻ പേരൊന്ന് ഓർത്തിരിക്കണം, മാറിപ്പോയ ഫുൾ തെറ്റ്. ഇവിടെ കോർഡിനേഷൻ അപ്ലൈ ചെയ്യാൻ പോകണം. ഇവിടെ പോകാൻ 24 അപ്ലൈ ചെയ്താൽ ഒന്നുകൂടെ എടുത്താൽ മതി. കള 24 സെലക്ട് ചെയ്യാൻ നേരത്ത് അതിനൊക്കെ തന്നെ മാറ്റണം. അവിടെ അത് തന്നെ ആക്സിസ് ഇത് തന്നെ. എക്സ് ആക്സിസ് ചൂസ് ചെയ്യുന്ന ഇത്, അയ്യോ അത് സ്പേസ് സെലക്ട് ചെയ്ത് ലൈനാണ് ചൂസ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. ഇത്രയുള്ള സംഭവം. ഇവിടെ ഇസഡ്, എക്സ്, വൈ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ അത് തന്നെ. കോഡിംഗ് സിസ്റ്റം ചൂസ് ചെയ്യാം. ആ പോയിൻ്റാണ് വേണ്ടത്, പോയിൻ്റ് വേണം ചൂസ് ചെയ്യുക. അവിടെ പോയിൻ്റ് 26 ഉണ്ടോ, അത് നോക്കിയിട്ട് അവിടെ വരും. പോയിൻ്റ് 26 വരും. 26 എസ്. എക്സ് ചൂസ്, എക്സ് അല്ല, ഇസഡ് ചൂസ് ചെയ്യാം. ഇസഡ് ചൂസ് ചെയ്യുന്ന ത്രൂ ഔട്ട് ഇസഡ് ചൂസ് ആയിട്ടുണ്ട്. എക്സിന് നമുക്ക് ഈ ലൈന് ചൂസ് ചെയ്ത് എക്സ് ആയിട്ടുണ്ട്. എക്സ് ഡയറക്ഷൻ തിരിക്കാം. ഇവിടെ ഇസഡ്, എക്സ്, വൈ. ഓക്കെ, ഇസഡ്, എക്സ്, വൈ.
ഓൾറെഡി ഞാനിവിടെ ഈ ഇപ്പം നേരത്തെ ചെയ്തു ഗ്യാരണ്ടി സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മുകളിലത്തെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. അപ്പം ഇത് മുകളിലത്തെ കുറച്ച് ബേസിങ്ങൊക്കെ ഉണ്ട്. ഞാൻ നേരെ ഇനിയിപ്പം ടൂൾസിൽ പോകുന്നു. അപ്പോൾ നിങ്ങൾ സോൾഡോർസ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഏതെങ്കിലും വീഡിയോ നോക്കിയിട്ട് സോൾഡോർസ് എങ്ങനെ സോൾഡോർസ് URDF എക്സ്പോർട്ടർ ടൂൾ ഉണ്ട്. ആ ടൂളിനകത്ത് ഇതിനകത്ത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും വീഡിയോ കണ്ടാൽ മതി. അത് പുതിയ വെർഷനൊക്കെയാണ് ഇവിടെ വന്ന് കിടക്കും. 2016 അങ്ങനെയുള്ള വെർഷനൊക്കെ ആണെങ്കിൽ വേറെ സ്ഥലത്തായിരിക്കും. ഇപ്പം ടൂൾസിൽ പോയിട്ട് അറിയാൻ പറ്റില്ല. ഇവിടെ കണ്ടോ എക്സ്പോർട്ട് ആസ് URDF എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതിനൊക്കെ അപ്പം പഴയതൊക്കെ ആണെങ്കിൽ വേറെ സ്ഥലത്താണ് കിടക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കണ്ടില്ല. ഞാൻ ബേസ് ലിങ്ക് സെറ്റ് ചെയ്താണ്. ഇപ്പോൾ നീല കാണിച്ചിട്ടില്ലേ, നീല സ്പോട്ടായില്ലേ, നീല കളറിൽ മാത്രമുള്ള ജോയിൻ്റ് ആയില്ലേ, അതാണ് എൻ്റെ ഇത് ബേസ് ലിങ്ക്. ഇപ്പം ഇത് നീലമായിട്ടില്ല, ഇത് നീലമായിട്ടില്ല, ഇത് നീലമായിട്ടില്ല. ഇത് നീല നേരത്തെ ഉള്ള കളറാണ്. സെലക്ഷൻ ക്രൈറ്റീരിയ അങ്ങനെ ചെയ്യുന്നത് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബേസ് ലിങ്കിൽ എത്ര ലിങ്ക് ഉണ്ട്? 5 ലിങ്ക് ചൈൽഡ് ഉണ്ട്. കോഡിംഗ് സിസ്റ്റം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബേസ് ലിങ്ക് കോഡിംഗ് സിസ്റ്റം. അതിപ്പോൾ മൈൻഡ് ചെയ്യണ്ട. ഇപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബേസ് ലിങ്ക് എന്ന് പറയുമ്പോൾ ഏതൊരു അനങ്ങാത്ത പോയിൻ്റാണോ, ഏത് പോയിൻ്റാണ് നിങ്ങളുടെ റോബോട്ടിൻ്റെ അനങ്ങാതെ പോയി സ്റ്റില്ലായിട്ട് നിൽക്കുന്നത്, അവിടെയാണ് നിങ്ങൾ ബേസ് ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ബേസ് ലിങ്ക് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഈ ഫേസാണ്. ബാക്കിയൊക്കെ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇത് ഈ പോയിൻ്റ് ഇത്രയും, ഈ പോയിൻ്റ് ഇത്രയും. ഇത് ഇങ്ങോട്ടും നീങ്ങും, താഴോട്ട് മുകളിലോട്ട്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തില്ല, കാര്യം അതാണ് എൻ്റെ ബേസ് ലിങ്ക്. എൻ്റെ ചൈൽഡ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ചൈൽഡ് എത്ര ഉണ്ട്. ഇതിനകത്ത് ഈ ചൈൽഡ് വരും. ചൈൽഡിനകത്ത് ഈ ബേസിങ്ങിലെ ചൈൽഡ് ഉണ്ടാവും. ഒന്ന് ഫസ്റ്റ് ചൈൽഡ് ഇതാണ്, പിന്നെ ഇതിൻ്റെ ചൈൽഡ് ഇതാണ്, പിന്നെ ഇതിൻ്റെ ചൈൽഡ് ഇതാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നേരെ കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ബേസ് ലിങ്ക് എത്ര ചൈൽഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ വീര് ഒന്ന് ഇത് കൂട്ടാം. ഒന്ന് X ആക്സിസ് ഗ്യാൻട്രി ഫസ്റ്റ് ചൈൽഡ് കണ്ട X ലിങ്ക്, പിന്നെ Y ലിങ്ക് വന്നു, പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഇസൽ വന്നത്, പിന്നെ എൻ്റെ എഫക്ടർ. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ബേസ് ലിങ്കിൽ 4 ടയർ 4 ക്യാസർ വീൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫിക്സ്ഡ് നോൺ ഫിക്സ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് 4 ഇത് 4 ആയിട്ടുണ്ട്. പിന്നെ ഇത് X മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കണത്തോളം കണ്ടോ, ഗ്യാൻട്രിന്ന് ഒരു ചൈൽഡ്, ബേസ് ലിങ്കിൽ നിന്ന് ഒരു ചൈൽഡ്, X ലിങ്ക്. നമുക്ക് എത്ര ചൈൽഡ് ഉണ്ട്? 5 ചൈൽഡ് ഉണ്ട്. കണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൽ മതി. കണ്ട Xൻ്റെ ഇതൊരു ചൈൽഡാണ്. അപ്പോൾ അത് നോക്കണ്ട. MT ലിങ്ക് ആയിട്ടുണ്ട്. MT ലിങ്ക് ഇതെല്ലാം ഇതിൻ്റെ ചൈൽഡാണ്. ഞാൻ MT ലിങ്കിൽ എന്ത് സെലക്ട് ചെയ്യാൻ ടയറായിരിക്കും. ആ ബോഡി X ലിങ്കിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ എൻ്റെ ഇതിലാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തരാം. ഈ ഫയൽ ഫുള്ളും തരാം. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് തരാം. എൻ്റെ CAD ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ MT ലിങ്ക്. ഈ MT ലിങ്കിൽ നമുക്ക് ഓരോ ഇത് സെറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ പേര് കൊടുക്കാം നമുക്ക്. ഫസ്റ്റ് കണ്ട ഇത് കണ്ടില്ലേ, ഇതിനൊരു റെഫറൻസിന് വേണ്ടി വെച്ചാണ്. പിന്നെ ഇപ്പുറത്തുള്ള റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, പിന്നെ ഇതാണ് ഫ്രണ്ട്. അത് വെച്ചിട്ട് മതി. ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്ന ഇതിനെ സേവ് ചെയ്യാം. അപ്പം എനിക്ക് റൈറ്റ് സൈഡല്ലേ, റൈറ്റ് ബാക്ക് എന്ന് കൊടുക്കാം. ജോയിൻ്റെ പേര് റൈറ്റ് ബാക്ക് ജോയിൻറ്റ്, ഒരു _ ജോയിൻറ്റ് കൊടുക്കാം. പിന്നെ എൻ്റെ റെഫറൻസ് കോഡിംഗ് സിസ്റ്റം ഏതാണ് ഇതിനകത്ത് വരുന്നത് അത് നിങ്ങൾക്കൊന്ന് പറയാം. ഈ കോഡിംഗ് സിസ്റ്റം 18 എൻ്റെ റെഫറൻസ് കോഡിംഗ് സിസ്റ്റം. അപ്പോൾ കോഡിംഗ് സിസ്റ്റം 18 ചൂസ് ചെയ്താൽ കോഡിംഗ് സിസ്റ്റം ചൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. തെറ്റിപ്പോയാൽ അത് പോകും, ഫുള്ള് പോകും. പിന്നെ റെഫറൻസ് കോഡിംഗ് സിസ്റ്റം 18 ചൂസാക്കി ഞാൻ. പിന്നെ റെഫറൻസ് ആക്സിസ്, ഒരു ആക്സിസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ആക്സിസ് കാണാൻ പറ്റുമോ ഇപ്പം കാണിക്കാം. ഇതും നോക്കി ചെയ്തിട്ട് ഇതെടുക്കാം. ആക്സിസ് 6 കണ്ടില്ലേ, ആക്സിസ് 6 ആണ് അവിടെ വരുന്നത്. റെഫറൻസ് ആക്സിസ് 6. ജോയിൻറ്റ് ടൈപ്പ് അവിടെ ഫിക്സ്ഡ് ജോയിൻറ്റാണ്. ഇതും ഈ സംഭവം ഇതും തമ്മിൽ ഫിക്സ്ഡ് ആയിരിക്കും എപ്പോഴും. ഇതിനകത്ത് മാത്രം ബാക്കിലത്തെ മാത്രം ഫിക്സ്ഡ്, പക്ഷേ ഫ്രണ്ടിൽ സ്റ്റിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ റെവല്യൂട്ടോ കണ്ടിന്യൂസോ കൊടുക്കാം. അപ്പം ഇതിൻ്റെ ചൈൽഡ് എത്രയാണ്? ഇതിൻ്റെ ചൈൽഡ് ഈ ഫുൾ സിസ്റ്റത്തിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് ഈ ടയറല്ലേ വരുന്നത്. അപ്പോൾ ഒരു 1 കൊടുത്താൽ ഇവിടെ ഞെക്കി കൊടുത്തേക്കണ്ട. റൈറ്റിൻ്റെ MT ലിങ്ക് പുതിയ ലിങ്കായിട്ട് നമ്മളിതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ബാക്ക്, റൈറ്റ് ജോയിൻറ്റ്, കോഡിംഗ് സിസ്റ്റം 18, ആക്സിസ് 6 ഫിക്സ്ഡ്. നമ്മൾ സെലക്ട് ചെയ്യണം, ചൂസ് ചെയ്യണം. ജോമെട്രി നമുക്ക് വേണ്ട അത് പാർട്ട് ചൂസ് ചെയ്യണം. ഇത് നട്ടും ബോൾട്ടും ചൂസ് ചെയ്യണം. വാഷറൊക്കെ ചൂസ് ചെയ്യണം.
ചൂസ് ആയി വരത്തില്ല. അതിനാൽ നമുക്ക് മറ്റേതിന് വരത്തില്ല, കാണാൻ പറ്റില്ല. ആർവിസിൽ പോലെ ആർവിസിലും കാണാൻ പറ്റില്ല. ഇപ്പം ഞാനത് ചൂസ് ചെയ്തു. ഇതും നമുക്ക് നേരെ വേണമെങ്കിൽ ഇതും കൂടെ പോയിട്ട് ചൂസ് ചെയ്യുന്ന കാര്യമുള്ളൂ. പോയി ചൂസ് ചെയ്ത് വെക്കാം. പാട്ടാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്ത് വെക്കാം. ഞാൻ മാനുവലി ചൂസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ചൈൽഡ് ലിങ്കായിട്ട് 1 കൊടുത്താൽ മതി. ഇത് ഈ ടയറാണ് എൻ്റെ. ഞാൻ ഇതിപ്പോൾ ഇത്രയും സെറ്റാക്കി ആക്സിസ് 6 ഫിക്സ്ഡ് ജോയിൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ചൈൽഡിൽ പോകും. ഈ റൈറ്റ് ബാക്ക് കാസ്റ്ററിൻ്റെ ചൈൽഡിൽ പോകും. അപ്പോൾ അവിടെ കണ്ടില്ല എനിക്ക് വരുന്നത്. അപ്പം അവിടെ ഞാൻ ഇതേ കണക്ക് തന്നെ ചൂസ് ചെയ്ത് പോകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്ന് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ പേര് എന്തെങ്കിലും കൊടുക്കാം. വീൽ 1 W ജോയിൻറ്റിന് കൊടുക്കാം. W1 ജോയിൻറ്റിന് കൊടുക്കാം. റെഫറൻസ് കോഡിങ് സിസ്റ്റം ഇവിടെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു കോഡിങ് സിസ്റ്റം ചൂസ് ചെയ്തിട്ട് വെച്ചില്ലായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. ഐഡി കാണിച്ചു തരാം. കോഡിങ് സിസ്റ്റം 14 വരുന്നത് കേട്ടോ. കോഡിങ് സിസ്റ്റം 14 റെഫറൻസ് ആക്സിസ് ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ. ആക്സിസ് മറ്റേ ഇതല്ല, ആക്സിസ് 10 ആണ്. ആക്സിസ് 10 ഞാനവിടെ ചെന്നിട്ട് ആക്സിസ് 10 ചൂസ് ചെയ്ത് ജോയിൻറ്റ് ടൈപ്പ് എന്താ ഇവിടെ ഈ സംഭവം എന്ന് പറയുമ്പോൾ ഒരു ആക്സിസിൽ വിത്ത് റെസ്പെക്റ്റ് കറങ്ങുവാണ്, റൊട്ടേറ്റ് ചെയ്യണം. വേണേൽ നമുക്കവിടെ കണ്ടിന്യൂസ് ചേഞ്ചേ കൊടുക്കാൻ പറ്റും. റെവല്യൂട്ട് കൊടുക്കുക ലിമിറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കണ്ടിന്യൂസ് കൊടുത്താൽ മതി. കണ്ടിന്യൂസ് ആണ് ഈ ടയർ സാധനം കൊടുക്കുന്നത്. റെവല്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നൊരു പോയിന്റ് റോബോട്ടിക് ആമിലൊക്കെ ഇല്ലേ, കാര്യം അവിടെ 360 ഒന്നും റൊട്ടേഷൻ പറ്റത്തില്ല. അവിടെ ഒരു ലിമിറ്റഡ് റൊട്ടേഷനിലെ പറ്റി. ആ റൊട്ടേഷൻ അവിടെ ആംഗിൾ സ്വീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെയാണ് റെവല്യൂട്ട് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കണ്ടിന്യൂസ്. അത്രേ ഉള്ളൂ. ടയർ ചൂസ് ചെയ്യണം. ഞാൻ നേരത്തെ ചൂസ് ചെയ്ത് കണ്ടില്ലായിരുന്നു. നമ്മൾ ചൂസ് ചെയ്തത്
ആക്സിസ് ആക്സിസ് ഒക്കെ മനസ്സിലായില്ല, ചൂസ് ചെയ്ത ആക്സിസിന് ജോയിൻ ടൈപ്പർ അവർ ഇട്ടാൽ മതി. കാര്യം ഇത് റൊട്ടേറ്റ് ചെയ്യും, സ്റ്റിയറിംഗ് ആണ് ഫ്രണ്ട് ഓഫ് സ്റ്റിയറിംഗ്, ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കൊടുത്തത്. ഇതെല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചൈൽഡിൽ കൊണ്ട് ആ ടയർ ഇടുന്നില്ല ഒന്ന് കൊടുത്താൽ മതി. അപ്പം റൈറ്റൊക്കെ എന്താണ് അവിടെ എനിക്കൊരു എം ഡി ലിങ്ക് വന്നില്ല. അതാണ് തന്നെ സെയിം സ്റ്റെപ്പ് ഞാൻ വോയിസ് നോട്ട് ചെയ്യണം. ഇവിടെ റെഫറൻസ് കോഡിംഗ് സിസ്റ്റം 15 ടയർ വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്യാം. റെഫറൻസ് ആക്സസ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇവിടെ ആക്സസ് 11 വന്നത് 11. അപ്പോൾ അത് ചൂസ് ചെയ്താൽ മതി. പിന്നെ ജോയിൻ ടൈപ്പ് റോയിലോട്ട് റോയിലുള്ള കണ്ടിന്യൂസ് ടയറല്ലേ, ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് കൊടുക്കാൻ പറ്റും. ടയറിന് അസംബ്ലി ചൂസ് ചെയ്യാം. ഇവിടെ ഇത് ഞെക്കിയിട്ട് ടയറിൻ്റെ ഹബ്ബ് റിമ്മ് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 0 അല്ല ചൈൽഡ് ലിങ്ക് വരുന്നു. കാര്യം എനിക്ക് ഇവിടെ പേരൻ്റായിട്ടല്ല ചൈൽഡായിട്ടൊന്നും വരുന്നില്ല. നേരെ ഇതെല്ലാം കൊടുത്തതിന് ശേഷം അടുത്ത ഇതിലോട്ട് വാ. അടുത്ത ഇതിൽ നമുക്ക് എവിടെ ചെയ്യണം? ലെഫ്റ്റ് കാസ്റ്റർ ബാക്ക് ചെയ്യാം. കോഡിംഗ് സിസ്റ്റം നോക്കണം. ഏതാണ് കോഡിംഗ് സിസ്റ്റം? കോഡിംഗ് സിസ്റ്റം 21. അതേപോലെ റെഫറൻസ് ആക്സസ് ഒന്ന് നോക്കണം. ഏതാണ് നോക്കുന്നത്? ആക്സിസ് 7 ആണ്, കണ്ടില്ലേ? ആക്സിസ് 7 ചൂസ് ചെയ്ത് റെഫറൻസ് ഇവിടെ ഫിക്സ്ഡ് ആണ്. ബാക്കല്ലേ, ബാക്കിലത്തെ പോയിൻ്റാണ് കാസ്റ്റർ സെലക്ട് ചെയ്യുന്നത്. ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ടയർ ചൈൽഡ് ലിങ്കായിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ 1 കൊടുക്കണം. എന്നിട്ട് ഏത് പോയിൻ്റാണ് ലെഫ്റ്റ് ബാക്ക് ആൻഡ് ലിങ്ക് അവിടെ അതേ കണക്ക് ഒന്നുകൂടെ ജനറേറ്റ് ചെയ്താൽ മതി. സെയിം സ്റ്റെപ്പ്.
ഇവിടുത്തെ ജോയിൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. താഴെ ചൂസ് ചെയ്യുന്ന ഹബ്ബർ ഉണ്ട്. ഓൾറെഡി ചൂസ് ആയി. നമ്മുടെ ചൈൽഡ് 0. എല്ലാം നോക്കണം. അടുത്ത MP ലിങ്ക് ചൂസ് ചെയ്യുന്നുണ്ട്. ഒരു ടയറിൻ്റെ ആക്സിസും സാധാരണ രീതി തന്നെ നേരത്തെ ചൂസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ചൂസ് ചെയ്തിട്ട് എടുത്താൽ മതി. സാധാരണ രീതി തന്നെ പ്രൊസീഡ് ചെയ്ത് പോയാൽ മതി. പിന്നെ ഹയർക്കി ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോൾ 5 ചൈൽഡുണ്ട് ബേസ് ലിങ്കിൽ. അവസാനത്തെ ലെഫ്റ്റ് ഫ്രണ്ടാണ് ചെയ്യുന്നത്.
ഡിഫിനായിട്ടുള്ള എല്ലാം ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിനകത്ത് എക്സ് ലിങ്ക് നോക്കണ്ട, ബാക്കിയെല്ലാം വരുന്നത്. ഹൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഹയർക്കി മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് വെച്ച് എനിക്ക് URDF ജനറേറ്റ് ചെയ്ത് വരാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേണം പ്രിവ്യൂ ആൻഡ് എക്സ്പോർട്ട് ചെയ്യണം. ഒരിക്കലും ഇത് നിൽക്കരുത്. പ്രിവ്യൂ ആൻഡ് എക്സ്പോർട്ട് ചെയ്യണം. ജനറേറ്റ് ആകും. അവസാനം കിട്ടി. ഇതാണ് മെയിൻ ഫയൽ. ഇത് നോക്കണ്ട. ഹൈറ്റ് ജോയിൻറ്റ് ഫിക്സ്ഡാണ്. കോഡിംഗ് സിസ്റ്റം അതിനകത്ത് 16. വേണമെങ്കിൽ എനിക്ക് ലിമിറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുക്കുന്നത് പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കാണിക്കാനുള്ള പരിപാടിക്കാണ്. W1 ജോയിൻറ്റ്. എൻ്റെ വീലിൻ്റെ ടയർ കണ്ടിന്യൂസ് ആണ്. ആക്സസ് നോക്കാം. റൈറ്റ് ജോയിൻറ്റ് ഫ്രണ്ടാണ്. ഫ്രണ്ടിൽ സ്റ്റിയറിംഗ് അതിൻ്റെ റൈലൂട്ടാണ് വരുന്നത്. ഇതൊക്കെ നോക്കാം. ടയറിൽ കണ്ടിന്യൂസ്. ലെഫ്റ്റ് ബാക്ക് ജോയിൻറ്റ് ഫിക്സ്ഡാണ്. ലെഫ്റ്റ് ബാക്ക് ജോയിൻറ്റ്. ആക്സസ് ഒക്കെ നോക്കാം. W2 ജോയിൻറ്റ് കണ്ടിന്യൂസ് വരും ടയർ ആയതുകൊണ്ട്. അതേപോലെ തന്നെ ലെഫ്റ്റ് ഫ്രണ്ട് ജോയിൻറ്റ് റവലൂട്ട്. സ്റ്റിയറിംഗ് ഉണ്ടായിട്ടുണ്ട്. W4 ജോയിൻറ്റ് ടയർ കണ്ടിന്യൂസ്. നെക്സ്റ്റ് പോകാം. അതുപോലെ ഒന്ന് സെലക്ട് ചെയ്ത് പോകുന്നില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതിന് മാറ്റാം. ഇതിനകത്ത് ഇനേർഷ്യ ടെൻസറാണ്. ഇത് ഇനേർഷ്യ ടെൻസർ ആണ്. IXS അതിൻ്റെ ഇനേർഷ്യ ടെൻസർ. അത് നമുക്ക് സോൾഡോർസിൽ പോയിട്ട് മെഷർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. മാസ് പ്രോപ്പർട്ടീസിനകത്ത് ഓരോ ഇതിൻ്റെ എല്ലാം സമ്മാണ്. ഓരോ ജോയിൻ്റ് ഓരോ ലിങ്കിൻ്റെയും ഇനേർഷ്യ മെട്രിക്സും, പിന്നെ അതിനകത്ത് ഒറിജിനും പിച്ച്, അതിൻ്റെ ട്രാൻസ്ലേഷനും, പിന്നെ അതിൻ്റെ ഇവിടെ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന അതിൻ്റെ മാസും എല്ലാ ലിങ്കിൻ്റെ ഉണ്ട്. പിന്നെ വിഷ്വൽ കൊളിഷനും എല്ലാം കിട്ടുന്നുണ്ട്. കൊളിഷനൊക്കെ ഗസി പോലെ ആവശ്യമുണ്ട് സിമുലേറ്റ് ചെയ്യാൻ നേരത്ത്. അതില്ലെങ്കിൽ അത് ശരിയാവില്ല. ഇതെല്ലാം നോക്കിയിട്ട് തന്നെ എക്സ്പോർട്ടാസ് URDF അന്വേഷണ ആയിട്ട് വരും. ഇത് റോസ് ഓൺ പാക്കേജ് അടിക്കാൻ കിട്ടും. പിന്നെ ഇപ്പം സിമുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം ചൂസ് ചെയ്യണം. ഞങ്ങളെ ചൂസ് ചെയ്യുന്നത് പിന്നെ ഡെസ്ക്ടോപ്പാണ്. ഒറിജിനൽ വിത്ത് വീലിൽ നിന്ന് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിനാണ് ഒറിജിനൽ _ വീല് സേവ് ആവുന്നത്. എല്ലാം ജനറേറ്റ് ആയി കഴിഞ്ഞു സംഭവം. ജനറേറ്റ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വരും. ഓൺലൈൻ URDF വ്യൂവറും സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് ഗിറ്റ് പ്രപ്പോസിറ്ററി എന്നൊരു സംഭവം വരുന്നത്. ഇതാണ് നിങ്ങളെ പാക്കേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. നേരെ ഇതിൻ്റെ വിൻഡോസ് നേരെ പോയിട്ട് ചെയ്യുന്ന മെനക്കെടാണ്. ഓരോ ചെക്ക് ചെയ്ത് RVസിൽ ചെക്ക് ചെയ്യണം. നേരെ നമ്മുടെ ഈ പാക്കേജ് ഇതാണ് ഒറിജിനൽ വിത്ത് വീല് അവിടെ എക്സ്പോർട്ട് ആക്കുന്നത്. ഇവിടെ എക്സ്പോർട്ടായി വന്നിട്ടുണ്ട്. അത് നമ്മുടെ റോസ് ഓൺ പാക്കേജ് കൺട്രോൾ ചെയ്തിട്ട് നോക്കാം. കൺട്രോളിൻ്റെ പാരാമീറ്റേഴ്സാണ് ഇതെല്ലാം.
ഇത് കണ്ടോ, ഇപ്പം നിന്ന് ലോഡായതിൻ്റെ ഇഷ്യൂ ആണ്. കണ്ടോ, സ്റ്റിയറിംഗ് വേണ്ട ഇതായിട്ടുണ്ട്. W1 ജോയിൻറ്റ് ഇത് ഗാനറ്ററി സിസ്റ്റത്തിൻ്റെ അത് കറക്റ്റ് ലിമിറ്റ് കൊടുക്കാത്തതിൻ്റെ ഇഷ്യൂ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഫിസിക്സ് സിമുലേറ്റ് ആകുന്നുണ്ട്. അത് കണ്ടില്ലേ, ഇത് ടയർ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, W4 ജോയിൻറ്റ്, അതായത് ഫിസിക്സ് സിമുലേഷൻ ഉണ്ടാകാനാണ് അങ്ങനെ വരുന്നത്. ഇപ്പം പോസിബിലിറ്റിയുടെ കറക്റ്റ് നമ്മൾ ഓക്കെ ആയിക്കോളും. 4 വീലും 4 ജോയിൻറ്റ് നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജിമെയിലോട്ട് പേഴ്സണൽസ് അയയ്ക്കുക.